എനിക്ക് പേഴ്സണലി ഒരു പകുതി വെട്ടം കണ്ട ഫീലൊക്കെ ഉണ്ടായിരുന്നു. കിലുക്കം മുതൽ അങ്ങോട്ട് താഴേക്ക് ഒന്ന് പോകണം. ഇത്രത്തോളം ഒരു 10-15 മിനിറ്റ് അൺലിമിറ്റഡ് ആയിട്ട് കോമഡി ആയിട്ട് വരുന്നുണ്ട്. ഒരു ചുമ്മാ കാണാൻ പറ്റിയൊരു പടം, വേറെ ഒന്നുമില്ല. എനിക്കൊരു നെഗറ്റീവും കാണാൻ പറ്റില്ല. നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. വെൽക്കം ബാക്ക്. പടക്കളത്തിന് ശേഷം വീണ്ടും ഒരു അടിച്ചുപൊളി എന്റർടൈനറുമായിട്ട് ഷറഫുദ്ദീൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ദ പെറ്റ് ഡിറ്റക്റ്റീവ്, ഡയറക്ടഡ് ബൈ പ്രണീഷ് വിജയൻ. അപ്പോൾ കൂടെ അനുപമ പരമേശ്വരനുണ്ട്, ജോമോൻ ജ്യോതിരുണ്ട്, വിനായകനുണ്ട്. അപ്പോൾ എന്തായാലും പെറ്റ് ഡിറ്റക്റ്റീവ് കണ്ടറി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമന്റ് ചെയ്തേക്കുക. നേരെ റിവ്യൂല്. ഷറഫുദ്ദീന്റെ റിംഗ് മാസ്റ്റർ അല്ലേ, എനിക്ക് അത് റിംഗ് മാസ്റ്ററിനെക്കാളും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് എനിക്ക് പേഴ്സണലി ഒരു പകുതി വെട്ടം കണ്ട ഫീലൊക്കെ ഉണ്ടായിരുന്നു. അവസാനമൊക്കെ നല്ല രസമായിരുന്നു. നല്ല BGM, നല്ല കളർഫുൾ. ട്രെയിലറിൽ കണ്ട പോലെ തന്നെ നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് പടം. പിന്നെ മോനൊക്കെ ഭയങ്കര ചിരിയായിരുന്നു, ഭയങ്കര എന്റർടൈനർ. കൊള്ളാം, ചിരിക്കും. ഒരു വട്ടം ചിരിക്കാനുള്ളതായാലും നല്ല രസമുണ്ട്. അവർ പറഞ്ഞ പോലെ ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് 2 മണിക്കൂർ സ്ട്രെസ് ബസ്റ്റർ ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ പടമാണ്. കോമഡി ക്ലൈമാക്സ് കൊള്ളായിരുന്നു, ബാക്കി അത്ര വർക്കായില്ല. ഫുള്ളൊരു കോമഡിയാണോ പിടിച്ചേക്കുന്നത്? കോമഡി പടം തന്നെ, പക്ഷെ ക്ലൈമാക്സ് ഉള്ളായിരുന്നു. ബാക്കി വലിയ സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റോറിയൊക്കെ സാധാ ഒരു നമ്മളൊരു ചിത്രകഥയൊക്കെ പോലെ ഇങ്ങനെ ചുമ്മാ ഫണ്ണായിട്ടുള്ള പടം. ഷറഫുദ്ദീന്റെ റിംഗ് മാസ്റ്റർ എന്ന് പറയാനുണ്ടോ? അല്ലല്ല, അങ്ങനെയൊന്നും തോന്നിയില്ല. ഇല്ല, കണ്ടോണ്ടിരിക്കാം, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഇല്ല. പക്ഷെ എന്നിരുന്നാലും അവസാനം ഒരു 10-20 മിനിറ്റ് പഴയ അരം പ്ലസ് അരം കിന്നരം പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-15 മിനിറ്റ് കോമഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മുതലാവും. ലാസ്റ്റ് കണ്ട പടക്കളം സാഹസം അതുപോലെ ഒരു ഭയങ്കര റഷ് പടമാണ്. ഇല്ല, ഈ കോമഡി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എവിടെയൊക്കെ കുറച്ച് ഫീൽ വരുന്നുണ്ടെങ്കിലും ഫിനിഷിങ് അല്ല, ക്ലിയർ അല്ല. പക്ഷെ കോമഡി പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ത്രില്ലർ എലമെന്റ് കൂടി വരുന്നുണ്ട്. ത്രില്ലർ വരുന്നുണ്ട്, ത്രില്ലർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് എവിടെയൊക്കെയോ ഒന്നും ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. ട്രെയിലറിൽ നമ്മൾ കണ്ട കോമഡിയെ ഒരു രക്ഷയില്ല. കാരണം എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു പക്ഷേ കിലുക്കം മുതൽ അങ്ങോട്ട് താഴേക്ക് ഒന്ന് പോകണം. ഇത്രത്തോളം ഒരു 10-15 മിനിറ്റ് അൺലിമിറ്റഡ് ആയിട്ട് കോമഡി ആയിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് മുതലാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കോമഡി പടം ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ്, കാരണം നമ്മൾ ട്രെയിലർ കണ്ടതിനെക്കാട്ടി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ഒന്നും പ്രതീക്ഷയല്ല വന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കഥ ലൈക്ക് ഒരു ആനിമേഷൻ പോലെയാണ് പോകുന്നത്. അപ്പം നമുക്ക് കണ്ടിരിക്കാൻ പ്രത്യേക ഒരു സുഖമാണ്. കാരണം മലയാള സിനിമ അങ്ങനെ ആ രീതിയിൽ കഥ കൊണ്ടുപോയിട്ടില്ല. നൈസായിരുന്നു സംഭവം. സത്യം പറഞ്ഞാൽ നമുക്ക് ട്രെയിലറിൽ കണ്ട എക്സ്പെക്ടേഷനും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ചുമ്മാ കാണാൻ പറ്റിയൊരു പടം, വേറെ ഒന്നുമില്ല. നമുക്ക് എടുത്ത് പറയാൻ മാത്രം ഒരു കോമഡി മാത്രമേ ഉള്ളൂ. ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഒരു കോമഡി ആയിട്ട് അവിയൽ പരുവത്തി ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റി പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നുമില്ല പടത്തിൽ. നമ്മൾ ഷറഫുദ്ദീൻ്റെ സാധാരണ യൂഷ്വൽ പടങ്ങളില്ലേ, അതുപോലെ തന്നെ ഒരു OTT പടം, തിയേറ്റർ വാച്ചിന് പറ്റിയോ അല്ലെങ്കിൽ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ പടങ്ങളോ കാര്യങ്ങളൊന്നും അല്ല. ചിരിക്കാനുള്ളതൊക്കെ ഉണ്ട്. ഷറഫുദ്ദീൻ്റെ പടങ്ങളെല്ലാം കോമഡി ഉണ്ട്. അതുപോലെ ഒരു ഹലോ മമ്മി പോലെയൊക്കെ കോമഡികളൊക്കെ വർക്കാകുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാ കോമഡി വർക്കാകുന്നുണ്ട്. പക്ഷേ പടം ഒരു വെറൈറ്റി ആയിട്ട് കൊണ്ടുവരുന്നത് നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് ചുമ്മാ ഇങ്ങനെ കണ്ടുപോലെ കഥയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ചുമ്മാ കാണാൻ പറ്റിയൊരു പടം. ഒരു കിടിലം എന്ന് പറയാൻ മാത്രമുള്ള ഒരു മൊമെന്റ്സ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല പടത്തിൽ. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു ലെവലിൽ ഒരു ആവറേജ്. തുടക്കം ഒരു ത്രില്ലർ മോഡ് ഒരു അതോ ലോകോ കൊണ്ടുവന്ന് ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതൊക്കെ മാറ്റി ഫുൾ കോമഡി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ത്രില്ലറൊക്കെ നൈസാണ്. വില്ലന്റെ റോളായാലും വില്ലൻ എല്ലാം കോമഡി ഉള്ള ഇതായിട്ടാണ് വന്നിട്ടുള്ളത്. അടിച്ചുപൊളി പടമാണ്. പിന്നെ അടിച്ചുപൊളി പടമാണ്, മസ്റ്റ് വാച്ചിങ്. ഒരു ഷറഫുദ്ദീന്റെ റിംഗ് മാസ്റ്റർ, അതുപോലെ തന്നെ മറ്റേ ബേസിലിന്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു പെറ്റിലോട്ട് വന്ന്? അതെ, അതേപോലെ അതിനെക്കാട്ടിയൊക്കെ വളരെ രസകരമായിട്ടുള്ള സിനിമയാണ്. നല്ലൊരു കോമഡി ത്രില്ലറാണ് ഈ സിനിമ. എന്ന് പറയുമ്പോൾ ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെൻസ് ഉണ്ട്, ആക്ഷനുണ്ട്. പിന്നെ നമ്മളെ കുടുകൂടെ ചിരിപ്പിക്കുന്ന കുറേ രംഗങ്ങൾ എന്ന് പറയുമ്പോൾ പണ്ടത്തെ പ്രിയദർശൻ്റെ പൂച്ചയ്ക്കൊരു മൂക്കുത്തി ആ സിനിമയിൽ ലാസ്റ്റ് ഒരു കുറേ ഇങ്ങനെ സീരീസ് ഓഫ് ആയിട്ടുള്ള ഒരു കുറേ കോമഡി സീനില്ലേ, വന്ദനത്തിലൊക്കെ ഇല്ലേ, അതേപോലുള്ള കുറേ രംഗങ്ങളിലുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന സിനിമയാണ്. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളെ കൊണ്ട് കാണിക്കാൻ പറ്റിയ അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഈ സിനിമ ആസ്വദിക്കുന്ന സിനിമ. നല്ല നന്നായിട്ട് അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സിനിമ എടുത്തിട്ടുള്ള രീതിയായാലും മലയാളത്തിലൊരു പുതിയ രീതിയിൽ സിനിമ കഥ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എല്ലാം അതിലൊരു എനിക്കൊരു നെഗറ്റീവും കാണാൻ പറ്റില്ല. നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയാണ്. അപ്പോൾ പുള്ളിയുടെ ഷറഫുദ്ദീൻ്റെ ഒരു എങ്ങനെയാണ് ഒരു സ്റ്റാർ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു മാറ്റം? പുള്ളി കോമിക് എലമെന്റ് നമ്മൾ തമാശ ചെയ്യാൻ പുള്ളിക്ക് നന്നായിട്ട് ചെയ്യല്ല. പുള്ളി സ്വതസിദ്ധമായിട്ട് രീതിയിൽ പുള്ളി അങ്ങ് അഴിച്ചു വിട്ടേക്കാണ് സിനിമയിൽ. പുള്ളിയുടെ പാട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി തന്നെയാണ് നിർമ്മാണം തോന്നുന്നത്. പുള്ളി
ഈ സിനിമയുടെ കഥ കേട്ടിട്ടായിരിക്കാം അത്രയ്ക്ക് നമ്മളെ ചിരിപ്പിക്കാനുള്ള സകല എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ആ തിരക്കഥ ഒഴുക്കോട് കൂടി പോയിട്ടുള്ളത്. തുടക്കം മുതൽ ഒടുക്കം വരെ യാതൊരു ലാഗുമില്ല. ഫുള്ള് നമ്മളങ്ങ് അതിൽ എൻഗേജായിട്ടിരിക്കുന്ന നല്ലൊരു മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു കോമഡി. അതെ അതെ, മലയാളത്തിൽ ഇതുവരെ കാണാത്ത ഒരു കോമഡി സിനിമ എന്ന് തന്നെ പറയാം. കാരണം ഈ പെറ്റ് തുടക്കത്തിൽ വന്നപ്പോൾ ഇതെങ്ങനെ ഈ സിനിമ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ അവർ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു ടീമിൽ വന്നിട്ടുള്ള സിനിമകളിൽ നിന്ന് കൊള്ളാം. എന്തായാലും ഒരു വൺ ടൈം വാച്ചാണ്. കൊള്ളാം, നൈസാണ്. ഫുള്ളൊരു കോമഡി ജോണറിനാണ് പിടിച്ചേക്കുന്നത്. കോമഡി പിടിച്ചിട്ടുണ്ട്, അത്യാവശ്യം വർക്കായിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ചെയ്തു.